കപ്പ് റവ വെച്ച് ഒന്നെടുത്ത് കഴിച്ചാലേ നമുക്ക് ഒന്നും പാടെടുത്ത് കഴിക്കാൻ തോന്നുന്ന അത്രക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കാരമലാകണ വരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതേ ഒരു കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഇളക്കി ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും ചേർത്തി കൊടുക്കാം. എന്നിട്ടൊന്നും പാടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് നമ്മൾ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് പാലും പാടെ ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ തിളച്ച് വരുന്ന വരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയ തീയിൽ നമുക്ക് കട്ട പിടിക്കാതെ നല്ലവണ്ണം തന്നെ ഇളക്കിയെടുക്കാം. ഏകദേശം ഇതുപോലൊന്ന് പാനിന്ന് വിട്ട് വരുന്ന വരെയൊക്കെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ പാനിന്ന് വിട്ട് വന്ന് ഇതുപോലൊന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കയ്യിലൊന്ന് നെയ്യ് തടവിന് ശേഷം ഇതുപോലെ നല്ലവണ്ണം തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ച് നല്ലവണ്ണം തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിന്റെ നടുവശത്ത് നമുക്കൊന്ന് ഇതിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിന്റെ മുകളിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള നട്സ് വെച്ച് കൊടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ റവ പാൽപ്പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആണ്.